ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ നെൽക്കതിർ ശബരിമലയിലേക്ക്. കൊയ്ത്തുത്സവവും സ്നേഹസദനം പദ്ധതിയുടെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിന് സ്വന്തമായി 5 ഏക്കറോളം കൃഷിസ്ഥലമുണ്ട്, ട്രാക്ടറുണ്ട്. ഈ 5 ഏക്കർ കൃഷിസ്ഥലത്ത് 2 വിള നെൽകൃഷി നമ്മുടെ പഞ്ചായത്തിൽ വളരെ അപൂർവമായിട്ടാണ് 2 വിള നെൽകൃഷി എടുക്കുന്നത്. 2 വിള നെൽകൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലബാറിലും അതുപോലെ തന്നെ വയനാട് ഭാഗത്തേക്കൊക്കെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള കതിരുകൾ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പ്രത്യേക ദിവസങ്ങളിലാണ് നിറ ഉത്സവം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസൃതമായ രീതിയിൽ അതിന് പാകപ്പെടുന്ന രീതിയിൽ ആ കതിര് ഒരുക്കി കൊടുക്കുന്നതിന് നമുക്കായിട്ടുണ്ട്. ഏകദേശം 500ഓളം ക്ഷേത്രങ്ങളിലേക്ക് ശബരിമല, ചോറ്റാനിക്കര, തിരുമാതാംകുന്ന് ക്ഷേത്രം, അയ്യപ്പൻകാവ് തുടങ്ങിയ ഏകദേശം പ്രധാനപ്പെട്ടതും ചെറിയ ക്ഷേത്രങ്ങളുമായി ഏകദേശം 500ഓളം ക്ഷേത്രങ്ങളിലേക്ക് ഓരോ വർഷവും അവിടെ നിന്നും നെൽക്കതിർ കൊണ്ടുപോകുന്നുണ്ട്. ഈ വർഷത്തെ ശബരിമല നിറോത്സവം വരുന്നത് ആഗസ്റ്റ് 3 തിങ്കളാഴ്ചയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും 3ാമത്തെ പ്രാവശ്യമാണ് നെൽക്കതിരുകൾ വാദ്യഘോഷങ്ങളോടുകൂടി ഭക്തജനങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. അതിന്റെ കൊയ്ത്തുത്സവം ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ നിർവഹിക്കുകയാണ്. 5 ഏക്കറോളം കൃഷിസ്ഥലം സ്വന്തമായുള്ള ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്ര പാടശേഖരത്തിൽ നിന്നും 3ാം തവണയാണ് ശബരിമല ഉത്സവത്തിന് കതിർ കൊണ്ടുപോകുന്നത്. ഓഗസ്റ്റ് 1 ശനിയാഴ്ച വൈകിട്ട് കതിർക്കറ്റയുമായി ഭക്തജനസംഘം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. വാദ്യഘോഷങ്ങളോടെയായിരിക്കും കതിർ കൊണ്ടുപോകുന്നത്. 2 കാലത്ത് പമ്പ ഗണപതി കോവിൽ ദർശന ശേഷം വൈകിട്ട് ദീപാരാധനയോടെ ശബരിമല സന്നിധാനത്തെത്തി കതിർ സമർപ്പിക്കും. 3 തിങ്കളാഴ്ച കാലത്താണ് ശബരിമല നിറപുത്തരി ഉത്സവം നടക്കുന്നത്. ക്ഷേത്രം ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്ന സ്നേഹസദനം പദ്ധതിയുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 കുട്ടികൾക്ക് ക്ഷേത്രം വകയായി വീട് നിർമ്മിച്ചു നൽകുന്നതാണ് പദ്ധതി. കൊയ്ത്തുത്സവം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഉദ്ഘാടനം ചെയ്യും. സ്നേഹസദനം പദ്ധതിയുടെ പ്രഖ്യാപനം മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 വർഷം മുമ്പ് ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ച് നമ്മൾ ക്ഷേത്രം വകയായി ഒരു ഡയാലിസിസ് സ്പെഷ്യൽ പെരിന്തൽമണ്ണ രാംദാസ് ഹോസ്പിറ്റൽ നൽകിയിരുന്നു. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യുന്നതിന് ഇതുമൂലം സഹായകമായിട്ടുണ്ട്. ഈ വർഷം നമ്മളൊരു പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. 39 അംഗങ്ങളുള്ള ട്രസ്റ്റി ബോർഡാണ് ഇപ്പോൾ ക്ഷേത്രഭരണം നിർവഹിക്കുന്നത്. ഈ ക്ഷേത്രം ട്രസ്റ്റി ബോർഡിന്റെ ഈ വർഷത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒരു 100 ഒരു വീട് എന്ന ഒരു പദ്ധതിയുമായി നമ്മള് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 കുട്ടികൾക്കായി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനം കൂടി ഈ വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുകയാണ്. ആ പദ്ധതിയുടെ ഈ സ്നേഹസദനം എന്ന പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിക്കുന്നത് മുൻ സ്പീക്കർ കൂടിയായിട്ടുള്ള പി ശ്രീരാമകൃഷ്ണൻ അവറുകളാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ NP മുരളി, TP സുരേഷ് കുമാർ, പ്രകാശ് മണലായ, PK സുരേന്ദ്രനാഥ്, കുഞ്ഞുണ്ണി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം.